ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും നമുക്ക് മാർക്കറ്റിലേക്ക് തന്നെ ആദ്യം പോകാം. ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലുകളൊക്കെ തന്നെ കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 100-ലധികം പോയിന്റുകളുടെ ഇടിവ് ആദ്യത്തെ മിനിറ്റിൽ തന്നെ കാണുന്നു. 25,000 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് വന്ന് എത്തി നിൽക്കുകയാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഗ്ലോബൽ ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻട്രാഡേയിൽ S&P 500, ഡൗ ജോൺസ് ഇൻഡെക്സുകളൊക്കെ തന്നെ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്ക് മാറുന്നതായിട്ടാണ് കണ്ടത്. അഗെയിൻ ഇനി ക്രൂഡിൻ്റെ കേസിലേക്ക് വന്നാലും ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോൾഡിൻ്റെ കേസിലേക്ക് വന്നാലും. ഇനി അമേരിക്കയുടെ ഒരു അപ്ഡേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷണറി പ്രഷർ തന്നെയാണ് കൂടുതലായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. സോ നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ റേറ്റ് കട്ട്സ് ഇസ് നോട്ട് ഗ്യാരണ്ടീഡ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ നിന്ന് നമുക്ക് ഡീകോഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എഗെയിൻ ഇന്ത്യ-US ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിടത്തോളം വാഷിംഗ്ടണിൽ നടക്കുന്ന ചർച്ചകളിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി കൈവരിച്ചിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ-US ട്രേഡ് ഡീലിൽ കാര്യമായിട്ടുള്ളൊരു നെഗോസിയേഷൻസോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻസോ വരാത്തത് കൊണ്ട് തന്നെയാണോ സർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിയർ ചെയ്യുന്നത്? കാരണം ഇന്ന് പ്രധാനപ്പെട്ട അനലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് ലെവലുകളൊക്കെ തന്നെ കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് മിനിറ്റിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ, നമ്മൾ ഇന്നൊരു വ്യത്യാസത്തിന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് US-ഉം ട്രംപിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചാൽ ഇന്നിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് നിഫ്റ്റി 100 പോയിന്റ്സിന് താഴെ ഒരു ഫോളാണ് നമ്മൾ കാണുന്നതെന്നുള്ള. ഇപ്പോൾ നമ്മൾ ഈ നിഫ്റ്റിയെ ഇപ്പോൾ കാണേണ്ടത്, അതായത് നിഫ്റ്റി തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കുറച്ച് ലാസ്റ്റ് 2 ആഴ്ചയായിട്ട് ചെറിയൊരു റിലീഫ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചു. അപ്പോൾ ഓബ്വിയസ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ വാൺ ചെയ്തിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ ചേരുവകളും വരേണ്ടത് ഏതാണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ചാൻസസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ കൂടെ ഒരു വിസ ഷോക്കറും കൂടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു. രണ്ടാമത് GSTയുടെ കാര്യങ്ങൾക്ക് ചില സെക്ടറുകളിൽ നല്ല ഒരു ഇമ്പറ്റസ് ഇന്നലെ ഒരു സെയിൽ നടന്നു എന്നല്ലാതെ ചില സെക്ടറിൽ വേണ്ട രീതിയിൽ നടന്നില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ക്ലൗഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിന് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സ്ഥലം വരുമ്പോൾ കാരണങ്ങൾ സ്വമേധയാ വരും. അതാണ് ഈ പറയുന്ന പോലെ ഇതൊക്കെ ഒരു കാരണമാണെന്ന് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് 3 കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്തത്. അതൊരു കാരണമായി, അത് ജസ്റ്റ് നിമിത്തമായി എന്ന് മാത്രം. ഒന്നെന്ന് പറയുന്നത് ഈ വിസ ഷോക്കർ, 2 എന്ന് പറയുന്നത് GSTയുടെ കാര്യത്തിൽ ഓട്ടോമൊബൈൽസിനൊക്കെ എൻക്വയറി വന്നു എന്നല്ലാതെ മറ്റുള്ള സാധനങ്ങൾക്ക് വേറെ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് വന്നില്ല. ബട്ട് ടു ഏർലി ടു കമൻറ്റ് ഓൺ ദാറ്റ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ റുപ്പിയാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 0.5 to 0.6% വരെ ഡൗൺ ആയിരുന്നു എന്നുള്ള. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഇന്നലെ 89, അതായത് എഗെയിൻസ്റ്റ് US ഡോളേഴ്സ് 89 വരെ പോയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതൊരു നല്ല രീതിയിലുള്ള ഒരു ഫോൾ ആയിരുന്നു. അതായത് നല്ല രീതിയിലുള്ള റുപ്പി ഡിപ്രിസിയേഷനും നല്ല രീതിയിലുള്ള US ഡോളേഴ്സ് അപ്രീസിയേഷനും നടന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം നമ്മൾ ഒരു ഇന്ത്യൻ റുപ്പിയുടെ പെർഫോമൻസ് നമ്മൾ ലാസ്റ്റ് 1 ഇയർ നോക്കുകയാണെങ്കിൽ, കാര്യം ലാസ്റ്റ് എന്താ പറയുക ഒരു മാർച്ച് മുതലാണല്ലോ ഈ ടാരിഫിൻ്റെ ഇഷ്യൂസൊക്കെ വന്നത്. അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2024 സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടായിരുന്നു താഴേക്ക് പോരുന്നത്? അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്ത് പോകുമ്പോൾ ദാറ്റ് വിൽ പുട്ട് പ്രഷർ ഓൺ ദ റുപ്പി. അപ്പോൾ അങ്ങനെ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു എന്നുള്ള. അപ്പം നമ്മളെ സംബന്ധിച്ച് ടാരിഫിന് മുമ്പേ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ തന്നെ നമുക്ക് റുപ്പിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ആഘാതം വന്നു തുടങ്ങിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു FII സെല്ലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് മാർച്ച് ഏപ്രിലൊക്കെ വന്നതോടുകൂടി ടാരിഫിൻ്റെ ഇമ്പാക്റ്റോട് കൂടി വന്നു. അപ്പോൾ FIIs continue to sell Indian markets. അപ്പോൾ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് US ഡോളേഴ്സ് തിരിച്ചു പോകുന്നത് കാരണമാണ് ഈ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ഒരു കാരണം തന്നെയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കൊല്ലം കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തുള്ള കറൻസി എഗെയിൻസ്റ്റ് US ഡോളേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളല്ല ഏറ്റവും കൂടുതൽ ഡിപ്രിഷിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ടർക്കിഷ് ലിറ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബ്ലൂംബർഗിൻ്റെ ഒരു കണക്ക് നോക്കിയപ്പോൾ ടർക്കിഷ് ലിറ ഏതാണ്ട് 1 ഇയർ കൊണ്ട് -17.5% ഡിപ്രിഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്തോനേഷ്യൻ റുപ്യ 8.8%, മൂന്നാമത് ഇന്ത്യൻ റുപ്പി -5.8, സൗത്ത് കൊറിയൻ വോൺ -4.2, ജാപ്പനീസ് എൻ -2.8, ചൈനയുടെ റെൻ മിൻബി -0.84, മലേഷ്യൻ റിങ്കിറ്റ്. ഇവിടെ മുതലാണ് ശരിക്കും കാര്യങ്ങൾ നോക്കുന്നത്. അതായത് മലേഷ്യൻ റിങ്കിറ്റ് പ്ലസ്
അപ്രിഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്. റിങ്കിറ്റ് 0.09% അപ്രിഷിയേറ്റ് ചെയ്തു, ബ്രിട്ടീഷ് പൗണ്ട്സ് 1.26% അപ്രിഷിയേറ്റ് ചെയ്തു, യൂറോ 6.2% അപ്രിഷിയേറ്റ് ചെയ്തു, റഷ്യൻ റൂബിൾ 11.29% അപ്രിഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യ, ടർക്കിഷ് ലിറ ഒക്കെ ഡിപ്രിഷിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. മെയിൻലി നമുക്ക് കിട്ടിയ പ്രഷർ പറഞ്ഞാൽ ഇതേപോലെ ഒരു നെഗറ്റീവ് ന്യൂസും അതിൻ്റെ കൂടെ FI സെല്ലിംഗ് കൂടെ വന്നപ്പോൾ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തു, US ഡോളേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്തു. ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അമേരിക്കൻ, ഞാനൊരു FI ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോറിൻ FII ആണെന്ന് വിചാരിക്കാം. എന്നെ സംബന്ധിച്ച് ഐ വിൽ ഗെറ്റ് മോർ റുപ്പി ഫോർ മൈ $1 അല്ലേ? എൻ്റെ $1 കൂടുതൽ റുപ്പി ഇന്ത്യയിൽ കിട്ടും. കൂടുതൽ റുപ്പി ഇന്ത്യയിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ റുപ്പി ഉപയോഗിച്ച് കൂടുതൽ ഷെയർ മേടിക്കാം. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഒരു കൊല്ലം മുമ്പേ എനിക്ക് ഒരു എന്താ പറയുക ഇന്ത്യൻ റുപ്പി ഉപയോഗിച്ച് 100 ഷെയർ മേടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് എനിക്ക് 110ഓളം ഷെയർസ് മേടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വന്നു എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുകയും ചെറിയൊരു നെഗറ്റീവ് ബയസോടുകൂടി നിൽക്കുകയും ചെയ്ത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് ന്യൂസും കൂടെ വരികയാണെങ്കിൽ പോക്കറ്റ്സ് ഓഫ് വാല്യുവേഷനിൽ വേണമെങ്കിൽ FII ബൈയിങ് തിരിച്ചു വരാം. കാര്യം അതിന് പറ്റിയ സമയമാണ് എന്നുള്ള. അതുമാത്രമല്ല, ഞാൻ ഇത് പറയുന്നത് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, ജെറോം പവലിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞല്ലോ. ജെറോം പവൽ ഇന്നലെ ഒരു കാര്യം പറഞ്ഞതായിട്ട് ഞാൻ അതിലേക്ക് വരാം. കാര്യം എന്ന് വെച്ചാൽ അതും കൂടെ ചേർത്ത് വെച്ച് വേണം ഞാൻ ഈ ഇന്ത്യയിലെ US ഡോളേഴ്സും ഇന്ത്യൻ റുപ്പിയുടെ കോറിലേഷൻ, അതായത് ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യം എന്താ, അതായത് ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ കാശ് കൊണ്ടുവരണം. അതായത് വേറെ ഏതെങ്കിലും മാർക്കറ്റ് സെല്ല് ചെയ്തിട്ട് പുതിയ കാശ് അവർ ഒരു എമർജിങ് മാർക്കറ്റ്സിൽ ഇറക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഐഡിയൽ കണ്ടീഷനാണ്. ബിക്കോസ് for the same US dollars you will get more Indian rupee and with more Indian rupee you will get more Indian shares. ഇതാണ് ആ ട്രേഡ് സെറ്റപ്പ് നിൽക്കുന്നത് എന്നുള്ളത്. ഇനി എവിടെ നിന്നാണ് ഈ FII മണി വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരു സ്റ്റോക്കിനെയും കൂടെ പറയാം. ആ സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് സ്വിഗ്ഗി ഇന്നലെ ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് അവർക്ക് റാപ്പിഡോയിൽ അവർക്കൊരു സ്റ്റേക്ക് ഉണ്ട്. ആ റാപ്പിഡോ സ്റ്റേക്ക് വിൽക്കുന്നതോടുകൂടി 2400 കോടി അവർക്ക് ക്യാഷ് കൈ കിട്ടുമെന്നാണ്. അപ്പോൾ ഒന്നാമത് ഇവർക്ക് ക്യാഷ് പൊസിഷൻ ഇത്തിരി വീക്കായിരുന്നു സ്വിഗ്ഗിക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് സെയിൽ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ക്യാഷ് ഓൺ ബുക്സ് വിൽ ഇൻക്രീസ് ബൈ 45%. അപ്പോൾ 45%ഓളം ഇൻക്രീസ് ഈ റാപ്പിഡോ സെൽ ചെയ്ത് കിട്ടുന്ന ക്യാഷ്, അതായത് 2400 കോടിയോളം അവരെ ക്യാഷ് ഓൺ ദ ബുക്സ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കുന്നത് JP മോർഗൻ്റെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ JP മോർഗൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി അവരുടെ ടാർഗറ്റ് 470 റുപ്പീസാണ് സ്വിഗ്ഗിക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ 2400 കോടി കിട്ടുന്നതോടുകൂടി, അതായത് ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോ ഇവരെല്ലാവരും ഫൈറ്റ് ചെയ്യണത് ഏതാ? ക്യുക്ക് ഡെലിവറി കോമേഴ്സ്. ആ ക്യുക്ക് ഡെലിവറിയിലാണ് ഇവർ, ക്യുക്ക് കോമേഴ്സിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ക്യുക്ക് കോമേഴ്സ് സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് ഇറക്കണം. പണ്ടും ഇതേപോലെ ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ സ്വിഗ്ഗിയും സൊമാറ്റോയും ഒരുപാട് കാശിറക്കി അതിനെ നമ്മൾ ക്യാഷ് ബേൺ എന്നാണ് പറയുന്നത്. ക്യാഷ് ബേൺ ചെയ്തിട്ടാണ് ആ ബിസിനസ്സിന് ടേൺ അറൗണ്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ ക്യാഷ് ബേൺ നന്നായിട്ട് ക്യുക്ക് കോമേഴ്സിൽ നടത്തണം. ക്യാഷ് ബേൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈവൻ ഡിസ്കൗണ്ടിൽ വരെ സാധനങ്ങൾ വിൽക്കേണ്ടി വരും, ലോസിൽ വരെ വിൽക്കേണ്ടി വരും. വിറ്റ് നോർമലായിട്ട് നമ്മൾ കടയിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിലും ലാഭം നമ്മൾ ഓർഡർ ചെയ്യണമെന്നുള്ള ആ ഒരു ബൈയിങ് ഹാബിറ്റ് ഒരു കൺസ്യൂമറിന്റെ മനസ്സിൽ അടിച്ച് ഏൽപ്പിക്കുന്നത് വരെ അവർ ക്യാഷ് ബേൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഈ ബിസിനസ് മോഡൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് ക്യാഷ് ആവശ്യമുണ്ട് എന്നുള്ള. ഇപ്പോൾ അവരുടെ ക്യാഷ് ഓൺ ബുക്സിന്റെ ഒരു 45% കൂടെ കൂടി, ഈ പറയുന്ന പോലെ ഈ സ്റ്റേക്ക് സെയിൽ 2400 കോടിയുടെ. JP മോർഗന്റെ റിപ്പോർട്ട് പറയുന്നത് തന്നെ, നൗ സ്വിഗ്ഗി ഹാസ് ഇനഫ് ക്യാഷ് ടു ബേൺ ഫോർ ക്യുക്ക് കോമേഴ്സ് for another 6 quarters. 6 quarters 6 multiplied by 3, 18 months. 18 months പറഞ്ഞാൽ 1.5 കൊല്ലത്തിന് കൂടി ഇവർക്ക് ക്യാഷ് ബേൺ ചെയ്യാനായിട്ടുള്ള ക്യാഷ് ഇവരുടെ ബുക്സിൽ കിട്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണെന്നുള്ളത്. അതുകൊണ്ട് വാച്ച് ഔട്ട് ഫോർ സ്വിഗ്ഗി. ഇത് നമ്മുടെ പേഴ്സണൽ അഭിപ്രായമല്ല, JP മോർഗൻ പറഞ്ഞ ഒരു റിപ്പോർട്ടിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്വിഗ്ഗി ഈസ് ഇൻ എ മച്ച് മോർ സേഫർ പൊസിഷൻ ഫ്രം ടുഡേ ഓൺവേർഡ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ സ്വിഗ്ഗി ഇവിടുന്ന് എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് ഒന്ന് നോക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇപ്പോൾ US പോവാം. US നോക്കുമ്പോൾ ആസ് യൂഷ്വൽ ട്രംപ് ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ UN ജനറൽ അസംബ്ലിയിൽ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആ UN ജനറൽ അസംബ്ലി തന്നെ വളരെ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ അവിടെ ട്രംപ് ചെന്നപ്പോഴത്തേ അവിടുത്തെ എസ്കലേറ്റർ നിന്നുപോയി എന്നൊക്കെ ഉള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല അദ്ദേഹം വളരെ വളരെ സ്ട്രോങ് ആയിട്ട് UN അഗെയിൻസ്റ്റ് ഒക്കെ സംസാരിച്ചു. അതായത് നിങ്ങൾ എന്ത് വാറ് നിർത്താൻ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. അതുകൂടാതെ
അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ അലൈസ്, അതായത് യൂറോപ്യൻ നേഷൻസിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇതേപോലെ റഷ്യയുടെ ഇന്ന് ക്രൂഡും LNG ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ സാങ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞു. വളരെ വലിയൊരു ലോങ് സ്പീച്ച് ആയിരുന്നു ട്രംപിൻ്റെ എന്നുള്ള. അപ്പോൾ ട്രംപ് അവിടെ പറയാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വലിയൊരു ഗൂഗിളി നടന്നു എന്നുള്ള. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഐ ആം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു സ്റ്റോപ്പ് ദ കോൺഫ്ലിക്റ്റ് ഓർ ദ വാർ ബിറ്റ്വീൻ യുക്രൈൻ ആൻഡ് റഷ്യ. ഐ ഹാവ് സ്പോക്കൺ ടു സെലൻസ്കി, നൗ ഐ ആം ഇൻ ടച്ച് വിത്ത് പുടിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്നലെ ജസ്റ്റ് ഒരു ചേഞ്ച് ഓഫ് സ്റ്റാൻസ്, ഒരു മലക്കം മറിച്ചിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അതായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം എന്ത്, അദ്ദേഹം പറഞ്ഞതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അത് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാനും അത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും പറയാൻ ആളല്ല, നമ്മൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ലെന്ന്. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ട്രംപ് പറഞ്ഞ ഒരു കാര്യം, റഷ്യ 3.5 കൊല്ലമായിട്ട് ഫൈറ്റ് ചെയ്തു. ഈ 3.5 കൊല്ലമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും ആ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങും അൺസക്സസ്ഫുൾ ആണ്. അതായത് എവിടെ എത്തിയില്ല, ഒരിടത്തും എത്തിയില്ല. ഇങ്ങനെ 3.5 കൊല്ലമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. അതായത് അദ്ദേഹം ട്രംപ് പറയുന്ന കാര്യം വെച്ചാൽ, ഇറ്റ് ലുക്സ് ലൈക്ക് റഷ്യ ഈസ് എ പേപ്പർ ടൈഗർ എന്നാണ്. റഷ്യ ഈസ് എ പേപ്പർ ടൈഗറാണ്. 3.5 കൊല്ലമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും ഉക്രൈൻ പോലെ ഒരു കൺട്രി എടുത്ത് പോലും റഷ്യയ്ക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സക്സസ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്, US വിൽ കണ്ടിന്യൂ ടു സപ്ലൈ വെപ്പൺസ് ടു നാറ്റോ കൺട്രീസ്. നാറ്റോ കൺട്രീസിന് വെപ്പൺസ് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നാറ്റോയ്ക്ക് അത് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, യുക്രൈന് വേണമെങ്കിൽ ഈ റഷ്യ പിടിച്ചെടുത്ത ലാൻഡ് തിരിച്ചെടുക്കാൻ പറ്റിയ സമയമാണ്. കാര്യം റഷ്യ ആൻഡ് പുടിൻ ഇസ് എക്കണോമിക്കലി വീക്ക്. അവർ 3 കൊല്ലമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഒരു സക്സസ്സും ഉണ്ടായില്ല. അവർ പേപ്പർ ടൈഗർ ആണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ റഷ്യയുടെ കയ്യിൽ ഉക്രൈൻ്റെ 20% ഓഫ് ടെറിട്ടറി ഇരിപ്പുണ്ട്. അത് പിടിച്ചെടുക്കാനായിട്ട് പറ്റിയ സമയമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നാൾ പീസ് പ്രൈസിന് വേണ്ടി സംസാരിച്ചിരുന്ന ട്രംപ് ഇന്നലെ ഒരു ടോപ്സി ടർവി നടത്തിയിരിക്കുന്നു എന്നുള്ള രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് അവിടെ ഒരു സൈഡിൽ ഇരിക്കട്ടെ. ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ജാസ്മിൻ പറഞ്ഞ പോലെ ഇന്നലെ ജെറോം പവൽ ഇന്നലെ ഗ്രേറ്റർ പ്രോവിഡൻസ് ചേംബർ ഓഫ് കോമേഴ്സിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഇത് ലോകം ഒറ്റുനോക്കിയായിരുന്നു. കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചുകളിൽ, അതായത് FOMC ചെയർമാൻ്റെ സ്പീച്ചിൽ എന്തെങ്കിലും ക്ലൂ കിട്ടുമോ, അതായത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് മൂവ് ചെയ്യണമെന്നുള്ള ക്ലൂ കിട്ടുമോ എന്നുള്ളത് ലോകം കംപ്ലീറ്റ് ഉറ്റുനോക്കുന്ന ഒരു സ്പീച്ച് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള. അപ്പോൾ അദ്ദേഹം ആസ് യൂഷ്വൽ അദ്ദേഹം ഇൻഫ്ലേഷനെ കുറിച്ച് സംസാരിച്ചു, ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് സംസാരിച്ചു, US-ൻ്റെ ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഇതെല്ലാം തൊട്ട് സംസാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ ശരിയാണ്. അതായത് അദ്ദേഹം റേറ്റ് കട്ടിൻ്റെ ഒരു ഹിൻറ്റും തന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു വി നീഡ് ടു ബാലൻസ് ഇൻഫ്ലേഷൻ ആൻഡ് വീക്കർ ജോബ് ഡേറ്റ. വീക്ക് ജോബ് മാർക്കറ്റും ഇൻഫ്ലേഷൻ തമ്മിൽ ബാലൻസ് ചെയ്ത് പോകേണ്ടതാണ് ഒരു FOMCയുടെ ജോലി എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നു. ഇതിലൊന്നും നമുക്ക് ഒരു പ്രത്യേകതയും കണ്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഏതൊരു സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഫെഡിൻ്റെ ചെയർമാനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സംസാരം. ഞങ്ങളുടെ ഡ്യൂട്ടി മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനെ തടയിടുക എന്നുള്ളതാണ്. ആ ഇൻഫ്ലേഷൻ തടയിടുക, ഗ്രോത്ത് സ്പെർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ടിപ്പിക്കൽ കോപ്പി ബുക്ക് ടെംപ്ലേറ്റ് സ്റ്റൈലിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാലോ US FOMC മീറ്റിങ്ങിൽ എല്ലാവരും 25 ബേസിസ് പോയിന്റ്സിന് വോട്ട് ചെയ്തപ്പോൾ ഒരൊറ്റ ഡിസെൻറ്റ് വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ ട്രംപിൻ്റെ നോമിനിയായ, അത് ട്രംപിൻ്റെ ഇഷ്ടക്കാരനായ സ്റ്റീഫൻ മിറാൻ ചെയ്തത് ഒരു ഡിസെൻറ്റ് വോട്ടാണ്. അദ്ദേഹം പറയുകയും ചെയ്തു 50 ബേസിസ് പോയിന്റ്സ് എങ്കിലും കട്ട് ചെയ്യണം, അതായത് ലാർജർ കട്ട്സ് വേണം, വി ആർ ബിഹൈൻഡ് ദ കർവ് എന്നുള്ള രീതിയിൽ ഒരു ഡിസെൻറ്റ് വോട്ടാണ് രേഖപ്പെടുത്തിയെന്നുള്ളത്. അപ്പോൾ ഇതാണ് FOMCയുടെ ആ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞത്. ആ FOMCയുടെ ചെയർമാൻ സ്പീച്ച് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ലോകം ഉറ്റുനോക്കുന്നുള്ള കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം ഇത്രയും പറഞ്ഞൊക്കെ ടിപ്പിക്കൽ FOMC ഗവർണർ. ഇതിനുശേഷം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, US മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് ടു, അതായത് സ്റ്റോക്ക് മാർക്കറ്റ്. സാധാരണ നമ്മുടെ ഈ RBI ഗവർണർ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാറില്ലല്ലോ, അതേപോലെ FOMCയുടെ ഭാഗത്തു നിന്നും അങ്ങനെ കേൾക്കാറില്ല. ബട്ട് പറഞ്ഞെന്ന് പറഞ്ഞ് തെറ്റുമില്ല. അപ്പോൾ അദ്ദേഹം പറയേണ്ടായിരുന്നു US മാർക്കറ്റ് ഈസ് ഇൻ ഓവർ വാല്യുവേഷൻ ടെറിട്ടറി. ഓവർ ഹീറ്റഡ് ആയി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേടി തീർച്ചയായിട്ടും ജെറോം പവൽ ഇന്നലെ ഷെയർ ചെയ്തു എന്നാണ്. ഏത് 3 കണ്ടീഷൻ? ഒന്ന്, കറന്റ് ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ്. ഫ്യൂച്ചർ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോഴും വാല്യുവേഷൻ സ്ട്രെച്ച്ഡ് ആണ്. ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോഴും വാല്യുവേഷൻസ് സ്ട്രെച്ച്ഡ് ആണ്. അതായത് 3 കണ്ടീഷനിലാണല്ലോ നമ്മളൊരു ഓവർ വാല്യുവേഷൻ പറയുന്നത്. ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഏർണിങ്സ്, അതായത് വരവ് വെച്ചിട്ട് ഏത് പ്രൈസിലാണ് കമ്പനീസ് അല്ലെങ്കിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യണത്, ആ പാരാമീറ്റർ നോക്കുമ്പോഴും US മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്. ഇനി ഫ്യൂച്ചർ ആയിട്ടുള്ള ഏർണിങ്സ് എന്താണ്, ഗ്രോത്ത് എന്താണ്, അത് വെച്ച് നോക്കുമ്പോഴും US മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്. ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോഴും
ഓവർ വാല്യൂഡ് ആണ്. അതായത് അദ്ദേഹം പേടിക്കുന്നുണ്ട് US മാർക്കറ്റിൽ ഒരു അസറ്റ് പ്രൈസസ് ഇൻഫ്ലേഷൻ ഉണ്ടോ എന്നുള്ളതും, ആൻഡ് മാർക്കറ്റ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാം, ആ ഒരു റിസ്ക്കും കൂടെ FOMCയുടെ അതായത് ഫെഡിന്റെ മുന്നിലുണ്ട് എന്ന് പറയും. ഇത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ റുപ്പി ഡിപ്രീസിയേഷൻ ആയിട്ട് ചേർത്ത് വായിക്കാം. സപ്പോസ് ഇഫ് US മാർക്കറ്റ് കറക്റ്റ്സ് ആൻഡ് FIs ആർ ഓൺ എ സെല്ലിംഗ് സ്പ്രീ ഇൻ US മാർക്കറ്റ്സ്. FIs ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ FIs, അതായത് നമ്മുടെ FIs എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് FIs ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ലോങ് ടേം FIs. ലോങ് ടേം FIs എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന വാർബർഗ് പിൻകസ്, ബെയിൻ ക്യാപിറ്റൽ, ഇപ്പോൾ മണപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തു, ഇവരൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്. പക്ഷേ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഹെഡ്ജ് ഫണ്ട് അല്ലെങ്കിൽ ഹോട്ട് മണി, ഹോട്ട് FIs എന്നൊക്കെ പറയും. അവരെന്താ വെച്ചാൽ അവർ വളരെ റൂത്ത്ലെസ് ആണ്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ മേടിക്കും, ഇനി നാളെ ചൈന ആണെങ്കിൽ ഇവിടെ വിറ്റ് ചൈനയിൽ പോകും, ചൈനയെക്കാളും നല്ല ജപ്പാൻ ആണെങ്കിൽ അങ്ങോട്ട് പോകും, അവിടുന്ന് US ആണെങ്കിൽ US പോകും. അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ യൂണിവേഴ്സൽ ക്യാപിറ്റലാണ്. അപ്പം അവരെ സംബന്ധിച്ച് US മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹുവാവൈയുടെയൊക്കെ ഗ്രോത്ത് NVIDIയയ്ക്ക് ഒരു ചലഞ്ച് ആവും. അതായത് ഹ്യൂവാവെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ചിപ്സ്, സെമി കണ്ടക്ടർ ചിപ്സ്, NVIDIയയുടെ ഗ്രോത്തിനൊക്കെ ഒരു പ്രോബ്ലം ആവും. NVIDIയ ചിപ്സിന് ഒരു ചലഞ്ച് ആവുന്നുണ്ടെങ്കിൽ US മാർക്കറ്റിൽ ഏറ്റവും നല്ല പെർഫോമർ മാക്സ് 7 സ്റ്റോക്സ് ആണ്, അതിൽ NVIDIയ ആണ്. അവിടെ ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ ഈ പൈസ എങ്ങോട്ടേക്ക് പോകും? ആ പൈസ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലോ റുപ്പി നല്ല റൈപ്പായിട്ട് നിൽക്കുക. അതായത് ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ് you will get more Indian rupee and more Indian shares. So ഇങ്ങനെ ഒരു ട്രേഡ് സെറ്റപ്പ് ഗ്ലോബലി നിലനിൽക്കുക എന്നുള്ളത് ഒരു പശ്ചാത്തലമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നുള്ളത്. ഇങ്ങനെ തന്നെ നടക്കണമെന്നില്ല. അപ്പോൾ അതാണ് ഒരു വശത്ത് പറയാനുള്ളത്. പിന്നെ US-നെ സംബന്ധിച്ച് അനദർ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ US ബിസിനസ് ആക്ടിവിറ്റി. അതായത് ആ ഡേറ്റ കാണിക്കുന്നത് വെച്ചാൽ US ബിസിനസ് ആക്ടിവിറ്റി സ്ലോ ചെയ്തു. അതായത് സ്ട്രെയിറ്റ് 2 months ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2 കൺസിക്യൂട്ടീവ് സ്ട്രെയിറ്റ് മന്ത്സ് ആയിട്ട് US ബിസിനസ് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്തു എന്നുള്ള ഡേറ്റയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഡേറ്റ നമ്മൾ സാധാരണ പറയുന്നത് S&P ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവരുന്ന കോമ്പോസിറ്റ് PMI ഇൻഡെക്സ് ഡേറ്റ. ഈ കോമ്പോസിറ്റ് PMI ഇൻഡെക്സ് ഡേറ്റയിലാണ് നമ്മൾ ഈ ബിസിനസ് ആക്ടിവിറ്റിയുടെ റീഡിംഗ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് PMI എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ആ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് 54.6 ആയിരുന്നത് 53.6 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡേറ്റ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ സാധാരണ പ്രേക്ഷകർ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നറിയോ? 50 എന്ന് പറയുന്നതാണ് ബെഞ്ച് മാർക്ക്. 50ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ പറയും എക്സ്പാൻഡിങ് ആണ്, 50ക്ക് താഴെയാണെങ്കിൽ നമ്മൾ പറയും കോൺട്രാക്റ്റിംഗ് ആണ്. അപ്പോൾ 50ക്ക് മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ US പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി നല്ലതാണെന്നാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ എത്രയാണ്? 53.6. ബട്ട് ഇത് 54.6 ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും 50ക്ക് മുകളിൽ ആയതുകൊണ്ട് ബിസിനസ് ആക്ടിവിറ്റി നല്ലതാണെന്ന് വേണം പറയാം. ബട്ട് ഇറ്റ് ഈസ് സ്ലോയിങ് ഡൗൺ എന്നുള്ളതാണ് അതിൻ്റെ സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ മന്തും വരുന്ന ഒരു ഡേറ്റയാണ്. അത് ഈ മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ് കമ്പനിയിൽ നിന്ന് എടുക്കുന്ന ഒരു സർവേയാണ്. അതായത് ഒരു 1000-ഓളം ഞാനൊരു ഫിഗർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. 1000-ഓളം സർവീസ് ഇൻഡസ്ട്രിയിലുള്ള കമ്പനികളും മാനുഫാക്ചറിംഗ് ഉള്ള കമ്പനീസിലേക്കും ഒരു സർവേ നടത്തും ഗവൺമെന്റ് അല്ല, S&P ഗ്ലോബൽ ഒരു സർവേ നടത്തും. എന്നിട്ട് അവിടെ കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കും. ആരുടെ അവിടുത്തെ പർച്ചേസിംഗ് മാനേജറിനോട്, സപ്ലൈ ചെയിൻ മാനേജറിനോട്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയുള്ളവരുടെ അടുത്തൊക്കെ കുറേ ഒരു ക്വസ്റ്റ്യനെയർ ചോദിക്കും. അതായത് 1000-ഓളം മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് കമ്പനിയിൽ S&P ഗ്ലോബൽ അയച്ച് ഒരു സർവേ നടത്തുമെന്നുള്ള. സാധാരണ അവർ ചോദിക്കുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ ഇൻവെൻട്രി എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഇൻപുട്ട് കോസ്റ്റ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഔട്ട്പുട്ട് കോസ്റ്റ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ലെവൽ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റി എങ്ങനെയുണ്ട്, ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയുണ്ട്. ഇങ്ങനെ കുറേ സർവേ നടത്തി എടുക്കുന്നതിനാണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് അഥവാ PMI ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവറി മന്ത് ഇവർ കൊണ്ടുവരുന്നുള്ള. ഇപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ HSBCയുടെ PMI സർവീസ് ഡേറ്റ ആണ്. HSBCയുടെ PMI സർവീസസ് ഡേറ്റ എസ്പെഷ്യലി ഈ PMI സർവീസസ് മാത്രമേ, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഇൻ സർവീസസ് മാത്രമേ നോക്കുന്നുള്ളൂ, മാനുഫാക്ചറിംഗിലോട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഏതാണ്ട് 300-400 കമ്പനിയുടെ ഒരു സർവേയാണ് HSBC നടത്തുന്നതെന്നുള്ള. എന്നാൽ മാനുഫാക്ചറിംഗ് PMIയും കൂടെ എടുക്കുന്ന ഒരു ഫ്ലാഷ് ഇന്ത്യ PMI ഉണ്ട്. ഈ ഫ്ലാഷ് ഇന്ത്യ PMI എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ മാനുഫാക്ചറിങ് സർവീസസും കൂടെ ചേർത്താണ് വരുന്നത്. അത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 400 മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ സർവേ എടുക്കും, 400 സർവീസ് ഓറിയൻറ്റഡ് കമ്പനീസിൻ്റെ എടുക്കും എന്നുള്ളത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഈ വരാൻ പോകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ CPE ഡേറ്റ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൂടാതെ ഇന്നലെ വന്ന ഈ S&P ഗ്ലോബലിൻ്റെ PMI ഇൻഡെക്സും കൂടെ ഈ ആഴ്ച ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡേറ്റകളാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കണം. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ റെക്കോർഡ് ഹൈ എന്നൊന്ന് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഡൗ ജോൺസ് ഏതാണ്ട് 0.19% ഡൗൺ ആയിരുന്നു. S&P 500 ഓൾമോസ്റ്റ് 0.5%, 0.55% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.95% ഡൗൺ ആയിരുന്നു. NVIDIA ഇന്നലെ 2.8% ഡൗൺ ആയിരുന്നു. ഓറക്കിൾ -4.4% ആയിരുന്നു. ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു 4 basis points ഡൗൺ ആയിരുന്നു. ഡൗൺ ടു US ട്രഷറി 10-year ട്രഷറി ഈൽഡ് കാണിച്ചത് ഒരു 4.11% ആയിരുന്നു എന്നുള്ളതാണ്. ബ്രന്റ് ക്രൂഡ് ഏതാണ്ട് $67 per ബാരലിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ള. ഗോൾഡ് അതാണ് ഇന്നലത്തെ താരം എന്ന് പറയുന്നത്, അതായത് ഹിറ്റ് റെക്കോർഡായി, അതായത് $3790 പെർ ട്രോയ് ഔൺസ് ആയിരുന്നു അത് ട്രേഡ് ചെയ്യുന്നത്. അത് ഈ സോഴ്സസ് പറയുന്നത് ഒരു ചൈന എഫക്റ്റ്, ഒരു ഏഷ്യൻ എഫക്റ്റ്. അതായത് ഏഷ്യൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ മേജർ എക്കണോമി എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന എഫക്റ്റ് കാരണമാണ് ഗോൾഡ് ഇത്രയും കയറി എന്നുള്ളത്. അതായത് ചൈനീസ്, അതായത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഈ ഷാങ്കായ് ഗോൾഡ് എക്സ്ചേഞ്ചിലെ ഷാങ്കായ് ഗോൾഡ് എക്സ്ചേഞ്ചിനെ ഉപയോഗിച്ച് പാർട്ട്ണർ കൺട്രീട്ടായ ഫ്രണ്ട്ലി രാജ്യങ്ങളുടെ അടുത്ത് ഗോൾഡ് റിസർവ് കൂട്ടി ബോർഡറിനുള്ളിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ചൈന ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ബൈയിങ് ഗോൾഡിൽ നടക്കുന്നുണ്ട്. അത് കാരണമാണ് ഗോൾഡ് കുറഞ്ഞതെന്നുള്ളതാണ് സോഴ്സസ് പറയണതെന്നുള്ള. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള US കാര്യം, രസകരമായിട്ടുള്ള കാര്യം, ഇപ്പം നമ്മളെയൊക്കെ നോക്കുമ്പോൾ അതായത് US ഗവൺമെൻറ് ഷട്ട് ഡൗൺ അലേർട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഷട്ട് ഡൗൺ അലേർട്ട്. ഈ ഷട്ട് ഡൗൺ അലേർട്ട് എന്ന് ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം. അതായത് ഈ US ഗവൺമെൻറ്റിൻ്റെ ഈ ഫിസ്ക്കൽ ഇയർ എന്ന് പറയുന്നത് October 1 മുതൽ September 30. October 1 മുതൽ September 30. അപ്പോൾ നമുക്ക് എന്തെങ്കിലും US ഗവൺമെൻറ് എന്തെങ്കിലും മേജർ സ്പെൻഡിങ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അതിനെ പാസ്സാക്കണം. പാസ്സാക്കിയില്ലെന്നുണ്ടെങ്കിൽ October 1 മുതൽ ഷട്ട് ഡൗണിലേക്ക് പോകും. അതായത് മേജർ ആയിട്ടുള്ള സ്പെൻഡിങ് ഒക്കെ നമുക്കൊന്ന് ആലോചിച്ച് വരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കോൺഗ്രസ് ഈ സ്പെൻഡിങ് ബില്ലൊക്കെ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇനി സ്പെൻഡിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ ഇതിനെ നമ്മളൊരു ടെമ്പററി ഷട്ട് ഡൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ് ഒരു ഷട്ട് ഡൗൺ അലേർട്ട് കുറച്ച് ദിവസം മുമ്പേ കൊടുക്കും. അപ്പോൾ ഇനി ഒരു 8 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് അലേർട്ട് ഒന്ന് സൗണ്ട് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സ്പെൻഡിങ് ഒക്കെ നിൽക്കും. നോൺ എസെൻഷ്യൽ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരുപാട് കാശ് അവിടുത്തെ ഈ മ്യൂസിയം അല്ലെങ്കിൽ നാഷണൽ പാർക്കിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സ്പെൻഡിങ് ഒക്കെ ഒന്ന് നിൽക്കും. എന്നിട്ട് ഈ എസെൻഷ്യൽ സർവീസസിന് മാത്രം, എസെൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്കറിയാം മിലിറ്ററിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ, ബോർഡർ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതിനൊന്നും നമുക്കൊരു കുറവ് വരുത്താൻ പറ്റില്ല. അതുപോലെ എയർ ട്രാഫിക് കൺട്രോളർ, ഈ ഫ്ലൈറ്റ് ഒക്കെ നടക്കണ്ടേ. അപ്പോൾ അതൊക്കെ എസെൻഷ്യൽ സർവീസസ് ആയിട്ടുള്ള, നമ്മളിവിടെ എസ്മ എന്നൊക്കെ പറയില്ല, എസെൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് എന്നൊക്കെ പറയും പോലെ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസിനുള്ള സ്പെൻഡിങ് മാത്രം നടക്കും. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസിന്റെ സ്പെൻഡിങ് ഒന്ന് നിൽക്കും കോൺഗ്രസിന്റെ അപ്രൂവൽ കിട്ടുന്നത് വരെ എന്നുള്ളതാണ്. അപ്പോൾ 2018-19 ഇതിനു മുമ്പ് ഒരു പാർഷ്യൽ ഷട്ട് ഡൗൺ വന്നു എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു 1981 ശേഷം 14 ടെമ്പററി ഷട്ട് ഡൗൺ വന്നു. ഇതും കൂടെ ഷട്ട് ഡൗൺ വരികയാണെങ്കിൽ 15 ആണെന്നുള്ളത്. പക്ഷേ അതൊന്നും വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ പോവും. ബട്ട് ജസ്റ്റ് ഫോർ ന്യൂസ്, കുറച്ച് നാളത്തേക്ക് ഒരു ടെമ്പററി ന്യൂസ് മാത്രമേ ഉള്ളൂ എന്നുള്ള. ഞാൻ പറഞ്ഞു PCE ഡേറ്റ വരുന്നുണ്ട് വെള്ളിയാഴ്ച, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറയുകയും കൂടെ ചെയ്തു. അത് നമ്മൾ പറഞ്ഞല്ലോ, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ, അതായത് എങ്ങനെയാണ് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. അതായത് കുറേ ബാസ്ക്കറ്റ് ഓഫ് സർവീസസ് കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും എത്ര കൂടുതൽ അമേരിക്കൻ ഹൗസ് ഹോൾഡ് സ്പെൻഡ് ചെയ്തു എന്നുള്ള. ആ ബാസ്ക്കറ്റ് ഓഫ് സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, റെൻ്റ് ഉണ്ട്, ഗ്രോസറി ഉണ്ട്, ട്രാവൽ ഉണ്ട്, മെഡിക്കൽ, ഇതിനൊക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നത്. ആ ബാസ്ക്കറ്റ് ഓഫ് സർവീസസിൻ്റെ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്കം വെള്ളിയാഴ്ച വരികയാണ് 2% ആണെന്ന് കാണിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം സ്പെൻഡ് ചെയ്തതിനേക്കാളും 2% കൂടുതൽ അമേരിക്കൻ ഹൗസ് ഹോൾഡ്സ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നെ ജാസ്മിൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, അതായത് പീയൂഷ് ഗോയൽ ന്യൂയോർക്കിലുണ്ട്, ട്രേഡ് മീറ്റിംഗ് ഉണ്ട്, US ട്രേഡ് ഡെലിഗേറ്റ്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്റ്റീവാണ്, ഒരു പോസിറ്റീവ് ഔട്ട്കം ഇനി ആഴ്ചകൾക്കുള്ളിൽ കിട്ടും എന്നുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ സോഴ്സസ് പറയുന്നു. പിന്നെ അദ്ദേഹം ഒരു ന്യൂയോർക്കിൽ ഒരു ഈവൻറ്റ് ന്യൂയോർക്കിൽ അദ്ദേഹം ഒരു കീനോട്ട് സ്പീച്ച് നടത്തിയിരുന്നു. അത് ഞാനൊന്ന് വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് 2 കാര്യം സൈഡിൽ കൂടെ പീയൂഷ് ഗോയൽ വയ്ക്കുന്നുണ്ട്. അതായത് പീയൂഷ് ഗോയൽ പറയുന്നൊരു കാര്യം വെച്ചാൽ, നമ്മൾ ഇനി US നിന്ന് എനർജി മേടിക്കുന്നത് കൂട്ടും. കാര്യം നമ്മുടെ എനർജി സെക്യൂരിറ്റി, ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിക്ക്
അമേരിക്കൻ എനർജിക്ക് ഒരുപാട് പങ്കുണ്ട്. അപ്പൊ നമ്മൾ അത് കൂടുതൽ മേടിക്കും. കാര്യം ഇന്ത്യയും US-ഉം നല്ല പാർട്ട്നേഴ്സ് ആണല്ലോ എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ് ഇന്ത്യയും US-ഉം തമ്മിൽ ഉണ്ട്. അത് കാരണം തന്നെ നമ്മളും US-ഉം തമ്മിൽ ന്യൂക്ലിയർ പവറിന്റെ കാര്യത്തിലും നല്ലൊരു കോഓപ്പറേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ഇന്നലെ അതിൽ നിന്ന് മനസ്സിലാക്കിയത് രണ്ട് കാര്യങ്ങളാണ്. ഇന്ത്യ 2 കാര്യങ്ങൾ US-ന്റെ മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് നമുക്കൊരു ധാരണയിലെത്താം. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ നമ്മൾ എനർജി മേടിക്കാം, എന്നിട്ട് ഞങ്ങളുടെ സോഴ്സസ് ഡൈവേഴ്സിഫൈ ചെയ്യാം എന്ന് കൂടെ പറയണം. അതായത് പല സ്ഥലത്തുനിന്നും ഇന്ത്യ മേടിക്കുന്നുണ്ടല്ലോ, അതൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താ? റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് ഞങ്ങൾ ചിലപ്പോൾ കുറച്ചിട്ട് US-ന്റെ കയ്യിൽ നിന്ന് കൂടുതൽ മേടിക്കാം എന്ന് കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു സബ് ടെക്സ്റ്റും കൂടെ ഉണ്ട്. അത് മേടിക്കുന്നതോടുകൂടി ഞങ്ങളുടെ അവിടെ ഒരു എനർജി സെക്യൂരിറ്റി, ഞങ്ങളുടെ നാട്ടിൽ രാജ്യത്തിൽ എനർജി സെക്യൂരിറ്റി ഉണ്ടാവും, പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി ഡിസ്കൗണ്ടിലാണോ ചോദിച്ചതെന്ന് കൂടെ അറിയില്ല. രണ്ടാമത് ഞങ്ങളുടെ കയ്യിൽ നല്ല 2-3 പ്രോജക്റ്റ് ഉണ്ട്. അത് കൂടുതൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൻ്റെ കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവറിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് US ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് ഞങ്ങൾ തയ്യാറാണ്. അതായത് ഹീ ഈസ് ട്രിഗറിങ് a business interest with US and that is what a trade and commerce minister does എന്നുള്ളത് പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സാർ ഏതായാലും നമുക്ക് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്, അതിലേക്ക് കിടക്കാം. സ്പോട്ട്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയണം. അതായത് നമ്മൾ സാധാരണ മാർക്കറ്റിൽ പറയാറില്ലേ, ബൈ ഓൺ റൂമേഴ്സ് സെൽ ഓൺ ന്യൂസ് അല്ലേ? ഇപ്പം നമ്മൾ സ്വിഗ്ഗിയുടെ കാര്യം തന്നെ നമ്മളൊന്ന് പറഞ്ഞു വെച്ചു അല്ലേ? സ്വിഗ്ഗിയുടെ കാര്യം നമുക്ക് തന്നെ ഓർമ്മയുണ്ട്. ഞാനും ജാസ്മിനും ഇരിക്കുന്ന ഒരു ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ സ്വിഗ്ഗിയുടെ റാപ്പിഡോയിൽ ഒരു സ്റ്റേക്ക് ഉണ്ടെന്നും റാപ്പിഡോയിൽ സ്റ്റേക്ക് സെല് ചെയ്യാൻ ചാൻസ് ഉണ്ടും 2,900 crores ആയിരിക്കും റേസ് ചെയ്യുന്നതെന്ന് അന്നത്തെ ഒരു സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മളിവിടെ ഷെയർ ചെയ്തു. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു മാസം നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി അവിടെ നിന്നൊക്കെ മൂവ് ചെയ്ത് എനിക്ക് തോന്നുന്നു 460 വരെയൊക്കെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോഴോ ഇന്ന് രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ന്യൂസ് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി ആയി കഴിഞ്ഞു. അതായത് 2,400 കോടി ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞതോടുകൂടി സ്റ്റോക്ക് ഇന്ന് 2% ഡൗൺ ആണെന്നുള്ളത്. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് കോപ്പി ബുക്ക് എന്നുള്ളത്. അതായത് മാർക്കറ്റ് എന്നും ഫ്യൂച്ചറിനെ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് എന്നുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് നമുക്ക് അന്ന് റൂമർ നമ്മൾ കേട്ടു, ആ റൂമറിന് ശേഷം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10%, 12% കണ്ട് റിട്ടേൺ കിട്ടി. അത് കഴിഞ്ഞിട്ട് ശരിക്കുമുള്ള ന്യൂസ് വന്നപ്പോൾ സ്റ്റോക്ക് ഒന്ന് ചെറുതായിട്ട് കറക്റ്റ് ചെയ്തു എന്നുള്ളത്. ചിലപ്പോൾ അതാവാൻ ചാൻസ് ഇല്ല. ഒരു കാര്യം കൂടെ ഒരു നെഗറ്റീവ് അതിനകത്തുണ്ട്. മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 2,900 crores റേസ് ചെയ്യുന്നതാണ്, 2,400 ആണ് വന്നത്. ഇനി അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ആണോ എന്നറിയില്ല. സ്വിഗ്ഗി ചെറുതായിട്ട് നിയർലി 2% ഡൗൺ ആണെന്നുള്ളത് ജസ്റ്റ് ഞാനൊരു ഇൻഫർമേഷൻ പർപ്പസിന് വന്നു എന്നല്ല. അതായത് കാര്യങ്ങൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ JP Morganന്റെ റിപ്പോർട്ടാണല്ലോ ഈ സ്വിഗ്ഗിയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ഗോൾഡ്മാൻ സാക്സിന്റെ വേറെ റിപ്പോർട്ടും കൂടെ വായിച്ചു. അത് സിമെന്റ് കമ്പനീസിനെ കുറിച്ചാണ്. അതിനകത്ത് അവർ പറയുന്ന കാര്യം എന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റിൽ സിമെന്റ് കമ്പനീസിന്റെ വോളിയൂം കുറവായിരുന്നെങ്കിൽ പോലും സിമെന്റിന്റെ പ്രൈസസ് വളരെ സ്റ്റേബിൾ ആയിരുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയണത് മിക്കവാറും Q2 സിമെന്റ് കമ്പനീസ് സ്റ്റേബിൾ ഏർണിങ്സ് കൊണ്ടുവന്നേക്കാം. കാര്യം പ്രൈസിന് വലിയ ചേഞ്ച് വന്നിട്ടില്ല. അതായത് പ്രൈസ് ഇൻക്രീസ് ഒക്കെ വരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ പ്രൈസ് ഇൻക്രീസ് ഒക്കെ സിമെന്റ് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ വോളിയൂം കുറഞ്ഞാലും അവരുടെ റിസൾട്ട്സ് മോശമാവില്ല എന്നുള്ളതാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് എന്നുള്ള. അതായത് അവർ പറയുന്നത് വെച്ചാൽ Q2 ഏർണിംഗ് സീസൺസിൽ സിമെന്റ് കമ്പനീസ് നല്ല റിസൾട്ട് കൊണ്ടുവരും. Q1 ഓൾറെഡി നല്ല ബമ്പർ റിസൾട്ടായിരുന്നു. Q1ഉം Q2യും നല്ല റിസൾട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ സിമെന്റ് കമ്പനീസിനെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യണം എന്നാണ് ഈ ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ട് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് അൾട്രാടെക്കിന് ഒരു ബൈ കൊടുക്കുന്നു. അവർ ശ്രീ സിമെന്റ്സിന് ന്യൂട്രൽ റേറ്റിംഗ്, ഡാൽമിയ ഭാരതിന് ന്യൂട്രൽ റേറ്റിംഗ്, അംബുജയ്ക്ക് ന്യൂട്രൽ റേറ്റിംഗ്, JSW സിമെന്റ്സിന് ന്യൂട്രൽ റേറ്റിംഗ്, ACCക്ക് സെല്ല്. ഇത്രയും കാര്യങ്ങളാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. നമ്മൾ ഇതൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട. അവർ പറഞ്ഞ ബൈയും സെല്ലും നോക്കേണ്ട. ഇപ്പം അതേപോലെ തന്നെ ഒരു വലിയൊരു ബ്രോക്കറേജ് കമ്പനിയാണല്ലോ മോർഗൻ സ്റ്റാൻലി, JP Morgan സ്വിഗ്ഗിക്ക് ടാർഗറ്റ് വെച്ചിട്ട് സ്റ്റോക്ക് 2% ഡൗൺ ആണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കിനി സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് പോകണമെങ്കിൽ സ്പോട്ട്ലൈറ്റിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതും സിമെന്റ് സെക്ടർ തന്നെയാണെന്നുള്ളത്. കാര്യം ഇത് ഞാൻ ഇന്നലെ എഴുതി വെച്ചു. ഇന്ന് രാവിലെ JP Morganന്റെ റിപ്പോർട്ട് കൂടെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ സിമെന്റിനെ ഞാൻ എന്തുകൊണ്ട് കൊണ്ടുവരുന്നത് വെച്ചാൽ ഒരു സെക്ടറിന്, അതായത് അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അതൊരു കാർട്ടൽ പോലെ, ഈ OPEC എന്നൊക്കെ പറയും പോലെയാണ് ഇന്ത്യയിൽ സിമെന്റ് കമ്പനീസ്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് ആ സെക്ടറിന് നല്ല ടെയിൽ വിൻഡും ഹെഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഹെഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ മുഖത്തേക്കാണ് നമുക്കൊരു കാറ്റടിക്കണമെങ്കിൽ പോകാനുള്ളത് ബുദ്ധിമുട്ടല്ലേ. അത് ബാക്കിൽ നിന്നാണ് നമുക്ക് കാറ്റടിക്കണമെങ്കിൽ ടെയിൽ വിൻഡ് നമ്മളിത് തള്ളി മുന്നോട്ട് നീക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സെക്ടർ ടെയിൽ വിൻഡും ഉണ്ട് ഈ സിമെന്റ് കമ്പനീസിന്. പ്രൈസ് സെക്ടർ ടെയിൽ വിൻഡ്, അതായത് മുമ്പിലോട്ട് സിമെന്റ് സെക്ടറിനെ തള്ളിവിടുന്നുണ്ട്. അതുകൂടാതെ സിമെന്റ് കമ്പനീസ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്.
അതുമാത്രമല്ല സിമെൻറ്റ് ഇൻഡസ്ട്രി നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തും കൂടെ നിൽക്കുകയാണെങ്കിൽ Q1 റിസൾട്ട് നന്നായി കൊണ്ടുവരികയും Q2 റിസൾട്ട്സും കൂടെ നന്നാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സിമെൻറ്റ് കമ്പനീസ് പെർഫോം ചെയ്യണമെന്നുള്ളത് നമുക്ക് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സ്പോട്ട് ലൈറ്റിലേക്ക് ഞാനിന്ന് സിമെൻറ്റ് സെക്ടറാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടെയിൽ വിൻഡ് ഒരു സെക്ടറിന് വരുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്? ഒന്ന്, റവന്യൂ ഗ്രോത്തും ഭയങ്കരമായിട്ട് ആക്സലറേറ്റ് ചെയ്യാൻ കാര്യം എന്താ? അതായത് സിമെൻറ്റ് സെക്ടർ കൺസോൾഡേറ്റ് ചെയ്ത് പണ്ട് 10-15 കമ്പനി ഉണ്ടായിരുന്ന സ്ഥലത്ത് 4-5 മേജർ പ്ലെയേഴ്സേ ആയിരിക്കണമെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്താ, ഓരോ കമ്പനീസിനുള്ള റവന്യൂസ് കൂടും അല്ലേ? അപ്പോൾ ലാർജർ റവന്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കൺസോൾഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ടർ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ റവന്യൂവും ഗ്രോത്തും ഇൻഡിവിജ്വൽ കമ്പനിക്ക് ആക്സിലറേറ്റ് ചെയ്യും, കൂടുകയും കൂടെ ചെയ്യും. രണ്ടാമത്, പ്രൈസിങ് പവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതായത് കുറച്ച് കമ്പനികളേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് മെട്രിക് ടണ്ണിന് ഇത്രയും വില വെച്ച് കൂട്ടാമെന്ന്. എല്ലാവരും അങ്ങ് കൂട്ടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ വരുമ്പോഴാണ് പ്രൈസിങ് പവർ പോകുന്നത് അല്ലേ? നമ്മളൊരു ജംഗ്ഷനിൽ ഒരു ബേക്കറി തുടങ്ങുന്നു, നമ്മൾ മാത്രമാണ് ബേക്കറി എങ്കിൽ നമുക്ക് പഫ്സിനോ എന്തെങ്കിലും സ്റ്റാക്സിനോ പെർ പീസ് 20 രൂപ ഇടാം. എന്നാൽ ഒരു കോമ്പറ്റീറ്റർ വരുമ്പോൾ അത് കുറഞ്ഞ് 18, 17, 16 ആക്കുന്നു. അപ്പോൾ ഇൻഡസ്ട്രി കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ പ്രൈസിങ് പവർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ള മൂന്നാമത്തെ കാര്യം. പ്രൈസിങ് പവർ ഇൻക്രീസ് ചെയ്താലോ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയും മാർജിനും എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ പോസിറ്റീവ് കാര്യത്തിനെ ട്രിഗർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഈ ഏർണിങ്സും അല്ലെങ്കിൽ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മാർജിൻ ഇൻക്രീസ് ചെയ്യും. മാർജിൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഷെയറിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും. ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് കയറണം അല്ലേ? ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു വളരെ സിമ്പിൾ മാക്രോ ലെവലിലാണ് പറയുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇന്ന് മാർക്കറ്റിൽ റൂൾ ചെയ്യണ പ്രൈസ് എന്ന് പറയുന്നത് EPS, ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ എന്ന് വെച്ചാൽ കമ്പനിയുടെ ടോട്ടൽ ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ കമ്പനിയുടെ ഏർണിംഗ് എത്രയെന്നാണ് EPS കാണിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന CMP അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആ ഏർണിങ്സ് പെർ ഷെയർ മൾട്ടിപ്ലൈഡ് ബൈ PE ആണ് ആ പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ 3 ഫിഗേഴ്സ് നമുക്കുള്ളതുകൊണ്ടാണ് ഒരു സ്റ്റോക്ക് എത്ര PEയിൽ ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് PE കണ്ടുപിടിക്കാനാണെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസിനെ EPS കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. EPS കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ CMPയെ PE കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ EPS മൾട്ടിപ്ലൈഡ് ബൈ PE = മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇതിൽ എന്താ വ്യത്യാസം നോക്കാം. ഇപ്പോൾ 25 രൂപയാണ് സിമെൻറ്റ് കമ്പനീസിൻ്റെ EPS എന്ന് വിചാരിക്കാം. മാർക്കറ്റ് അതിന് 10 PE ആണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? 25 × 10 = 250 അല്ലേ? മാർക്കറ്റ് 10 PE തന്നെ കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഏർണിങ്സ് പെർ ഷെയർ 20-ൽ നിന്ന് ഏതാണ്ട് 40 എന്താവും? 40 × 10 400 ആവും. അപ്പോൾ 25 × 10 250 ആണെങ്കിൽ ആ 10 എന്ന് പറയുന്ന PE അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ 25 എന്ന് പറയുന്ന EPS 40 രൂപയാവുമെങ്കിൽ 250 രൂപ 400 രൂപയാവും എന്നുള്ളത്. അതാണ് ഏർണിങ്സ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നു, മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നു, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സെയിം PEയിൽ തന്നെ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് സിമെൻറ്റ് സെക്ടർ ചിലപ്പോൾ ഒരു റീറേറ്റിങ്ങിന് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ പറയുന്ന ആ ഇൻഡസ്ട്രി റിപ്പോർട്ടുകൾ ഒന്ന് പറഞ്ഞു വെക്കുന്നതെന്നല്ല. ഇത് പൊതുവെ ആ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ഒരു പോസിറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ സെക്ടർ ടെയിൽവിൻഡ് ഉണ്ട്, ലെസ്സർ കോമ്പറ്റീഷനാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഏർണിങ്സ് ഇൻക്രീസും കൂടെ വരുമ്പോൾ സിമെൻറ്റ് കമ്പനീസിന് ബെനിഫിഷ്യൽ ആവും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് 3-4 കൊല്ലം മുമ്പേ സിമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രാഗ്മെൻറ്റഡ് ആയിരുന്നു. ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈസിങ് പവർ ഇല്ല, ഏർണിങ്സ് ഇല്ല, കോമ്പറ്റീഷൻ എല്ലാം കൂടെ വന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഒരു ഇൻഡസ്ട്രി കൺസോൾട്ടേഷൻ റൈപ്പായിട്ട് നിൽക്കുന്നു. അതായത് പെർഫെക്റ്റ്ലി പോയിസ്ഡ് ഫോർ എ കൺസോൾട്ടേഷൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അഡാനി അത് കണ്ടുപിടിക്കുന്നത്. അഡാനി അത് കണ്ടുപിടിച്ച് ഇൻകംസ് അഡാനി, ദേ ആർ ഫൈൻഡിങ് എൻ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ദേ ആർ ഓൾസോ എ ബിസിനസ് പീപ്പിൾ. അപ്പോൾ അവർ വന്നിട്ട് എന്താ, അവരാലോചിക്കുമ്പോൾ എന്താ, അവരുടെ വേറൊരു ബിസിനസ് അക്യുമെന്റ് നോക്കുക. അവർക്ക് സീപോർട്ട് ഉണ്ട്, എയർപോർട്ട് ഉണ്ടാക്കണം, അതർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഉണ്ട്, അതിന് സിമെന്റ് വേണം. അപ്പോൾ സിമെന്റ് കമ്പനീസ് ആണെങ്കിൽ ഈ ഫ്രാഗ്മെന്റഡ് ആയിട്ട് കിടക്കുന്നു, അവർക്കാണെങ്കിൽ പ്രോജക്ട്സ് ഉണ്ട്. അതുമാത്രമല്ല ജനറലി എക്കണോമിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വരുന്നുണ്ട്. ഹൈവേ, പോർട്സ്, സീപോർട്ട്, എയർപോർട്ട് ഒക്കെ വരുന്നുണ്ട്. ഈ അഡാനിയുടെ മാത്രമല്ല മറ്റതും വരുന്നുണ്ട്. അപ്പോൾ സിമെൻറ്റ് കമ്പനി കയ്യിലുണ്ടെങ്കിൽ ഇവർക്ക് നല്ലതാണ്. പിന്നെ രണ്ടാമത് ഇവർക്കൊരു ഗുണമുണ്ട്. ഈ സിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫീഡ് എന്താണ്, ഇൻപുട്ട് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഈ എന്താ പറയുക, എനർജി വേണം. രണ്ടെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇത് രണ്ടുമാണ് സിമെൻറ്റ് കമ്പനീസിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അഡാനിക്ക് സ്വന്തമായിട്ട് കോളുണ്ട്, അതുകൂടാതെ അദാനിക്ക് ലോജിസ്റ്റിക്സ് കമ്പനീസും ഉണ്ട്.
അഡാനിക്ക് പോർട്ടുകളുണ്ട്, എയർപോർട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ സിമൻറ്റ് കമ്പനീസിന് ഒരു സിമൻറ്റ് കമ്പനി മേടിക്കുകയാണെങ്കിൽ അത് നന്നാവുമെന്ന് അഡാനി മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോഴാണ് ആ സമയത്ത് ഈ ഹോൾസിം എന്ന് പറയുന്നത്, അതായത് വേൾഡിലെ ലാർജസ്റ്റ് സിമൻറ്റ് മാനുഫാക്ചർ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് ഡൈവേഴ്സ്റ്റ് ചെയ്തിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയൊക്കെ ഒന്ന് യൂറോപ്പും നോർത്ത് അമേരിക്ക ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അംബുജ സിമൻസിൽ 63% ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. ACCയിൽ 54 ഉണ്ട്. 54 ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റും ഉണ്ട്, ഇനി അംബുജ വഴിയും ഹോൾഡിംഗ് ഉണ്ട്. ഇത് രണ്ടും കൂടെ അവർക്ക് വിൽക്കാൻ തയ്യാറായിരുന്നു. ഏതാണ്ട് $US $10.5 ബില്യൺ, അതായത് ഏതാണ്ട് 80,000 ക്രോസ് എന്ന് വിചാരിക്കുക. ഇന്ന് നോക്കുകയാണെങ്കിൽ 88,000 ക്രോസ് ഇന്ത്യൻ റുപ്പി വരും. അപ്പോൾ ഇത് നേരെ ശരിക്കും പറഞ്ഞാൽ അഡാനി ഉപയോഗിച്ച് അത് മേടിച്ച് ഉടനെ തന്നെ ഇത് മേടിച്ചതോടുകൂടി ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിമൻറ്റ് മാനുഫാക്ചറായി മാറി. അതായത് 7 മെട്രിക് ടൺസ് പെർ ആനം 7 MTPA ആയി മാറി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഒരുപാട് അക്യൂസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതായത് 2022 ഡാൽമിയ ഭാരത് ജയപ്രകാശിനെ മേടിച്ചു, സാഗർ സിമൻറ്റ് ആന്ധ്ര സിമൻറ്റിനെ മേടിച്ചു, അൾട്രാടെക് കേശവറാമിനെ മേടിച്ചു, അംബുജ സാങ്കിയെ മേടിച്ചു, 2024 അംബുജ പെന്ന സിമൻസിനെ മേടിച്ചു, അൾട്രാടെക് ഇന്ത്യ സിമൻറ്റിനെ മേടിച്ചു, അംബുജ ഓറിയൻ സിമൻറ്റ് അതായത് പാർഷ്യൽ സ്റ്റേക്ക് എന്നൊന്ന് 47% കണ്ട് മേടിച്ചു. 2025 നുവോക്കോ വിസ്റ്റാസ് വാദ്രാജ് സിമൻറ്റിന് മേടിച്ചു. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ തന്നെ 2-3 കൊല്ലം കൊണ്ട് പെട്ടെന്ന് ഇൻഡസ്ട്രിയിലായി. അവസാനം വന്ന് നമ്മൾ ഇന്ത്യൻ സിമൻറ്റ് ഇൻഡസ്ട്രി നോക്കുമ്പോൾ 2 മേജർ പ്ലേയേഴ്സിലായി. ഒന്നെന്ന് പറഞ്ഞാൽ അഡാനി ഡ്രൈവ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, 2 അൾട്രാടെക് എന്നുള്ള. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അഡാനി ഇപ്പം അംബുജ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റഡ് ആണ്, ACC സെപ്പറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റാണ്. അതിൻ്റെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ അഡാനി, അൾട്രാടെക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബിർള പവർ. അതായത് അഡാനിയുടെ കൂടെ ആരൊക്കെയുണ്ട്? അഡാനിയുടെ കൂടെ അംബുജയുണ്ട്, ACC ഉണ്ട്, സാങ്കി ഉണ്ട്, പെന്നയുണ്ട്, ഓറിയൻ ഉണ്ട്. അൾട്രാടെക്കിൻ്റെ കൂടെ അൾട്രാടെക് പ്ലസ് ഇന്ത്യ സിമൻസ് പ്ലസ് കേശവറാം ഇപ്പുറ സൈഡിൽ. കപ്പാസിറ്റി എത്ര? അംബുജയ്ക്കും അതായത് അഡാനി കമ്പനീസിന് 80 മെട്രിക് ടൺസ് പെർ ആനം, എന്നാൽ അൾട്രാടെക്കിന് 135 മെട്രിക് ടൺസ് പെർ ആനം. അതായത് അഡാനിയേക്കാളിൽ 2 ടൈംസ് കൂടുതലാണ് അൾട്രാടെക്കിന് ഉള്ളതെന്നുള്ള. അപ്പോൾ ടാർഗറ്റ് എത്രയാണ്? 2028 140 MTPA ആണ് അഡാനിയുടെ എങ്കിൽ 160 2027 കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അൾട്രാടെക്കിൻ്റെ. ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറഞ്ഞാൽ അഡാനിക്ക് ഏതാണ്ട് 22-24%, അൾട്രാടെക്കിന് ഏതാണ്ട് 25-27%. അപ്പോൾ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ അൾട്രാടെക് ഒരു ഓൾ ഇന്ത്യ പാൻ ഇന്ത്യ പ്രസൻസ് ആണെങ്കിൽ ഇവർക്കാണെങ്കിൽ അഡാനിക്കാണെങ്കിൽ കൂടുതലും വെസ്റ്റും നോർത്തുമാണ്. ഇപ്പോൾ സൗത്തും ഈസ്റ്റിലോട്ടും അവർ എക്സ്പാൻഡ് ചെയ്യുന്നുള്ള. പ്രൈസിംഗ് പവർ പറഞ്ഞാൽ അൾട്രാടെക്കിന് ഭയങ്കര പ്രൈസിംഗ് പവറാണ്. എന്നാൽ അംബുജയ്ക്ക് അത്ര ആയിട്ടില്ല, അതായത് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് അത്രയ്ക്കായിട്ടില്ല, എന്നാൽ അതിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡാനി ഒരു അൾട്രാടെക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഡിഫെൻസീവ് പ്ലെയറും അഡാനി എന്ന് പറയുന്നത് ഹൈ ഗ്രോത്ത് അഗ്രസീവ് പ്ലെയറുമാണെന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ 2 ടോപ്പ് കമ്പനീസാണ് നമ്മൾ സ്പോട്ട് ലൈറ്റിൽ ഒരു സിമൻറ്റ് സെക്ടർ എന്ന രീതിയിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇത് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല, ഇത് ജസ്റ്റ് അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിൽ മാത്രം ചെയ്യുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും ഇന്നത്തെ ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.